ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിട്ടുകളെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് റിട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നതിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. ഇറക്കുന്നത് ആരാണ്? നമ്മുടെ കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. അപ്പം 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഒന്നാമത് വരുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് വരുന്ന ഹേബിയസ് കോർപ്പസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു കാര്യമല്ലാതെ എന്റെ ബ്രദറിന് ഒരു കൂട്ടം പോലീസുകാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ പിടിച്ചു വെച്ചേക്കാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? കോടതി പോയിട്ട് പറയാണ്, കോടതി പോയിട്ട് കേസ് കൊടുക്കാണ്, എന്റെ മോനെ അല്ല എനിക്ക് എന്റെ ബ്രദറിനെ എന്ത് ചെയ്യുക, ഇവരിങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്, വിട്ടു തരുന്നില്ല. ആ സമയത്ത് കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. കോടതി പറയും ഇന്ന സമയത്തിനുള്ളിൽ അയാളെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നിങ്ങനെ പറയും. അതിനെയാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വ്യക്തികളോ അല്ലെങ്കിൽ പോലീസോ ഒരു കാര്യമല്ലാതെ ഒരു വ്യക്തിനെ തടവിൽ വെച്ചേക്കുന്ന സമയത്ത് ആ വ്യക്തിയെ വീട്ടുകാരോ ആരെങ്കിലും പോയി കേസ് കൊടുക്കുന്ന സമയത്ത് കോടതി പുറത്തിറക്കുന്ന ഒന്നാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന മാൻഡംസ് എന്ന് വെച്ചാല് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ തന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ കേസ് കൊടുക്കുന്ന സമയത്ത് കോടതി അവർക്ക് കൽപ്പന കൊടുക്കും, മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുക എന്ന്. ഇതിനെയാണ് നമ്മൾ മാൻഡംസ് എന്ന് പറയുന്നത്. ഇത് വരുന്ന പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കീഴ്ക്കോടതികളുണ്ടല്ലോ, ഈ കീഴ്ക്കോടതിയിലെ ജഡ്ജിമാര് കറക്റ്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാതെ വരികയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കുറ്റവാളികൾക്ക് കറക്റ്റ് ശിക്ഷ കൊടുക്കുന്നില്ല. ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിലത്ത് എന്താ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് കോടതി എല്ലാം കറക്റ്റ് ആക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന ഒന്നാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് സർക്കൂസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന്, അതായത് കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് എന്ത് ചെയ്യുക? മേൽക്കോടതിയിലേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സർക്കൂസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിൽ നിന്നും ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് കുറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് അഞ്ചാമത്തെ വെച്ചാൽ കോ വാറന്റ്. എന്താണ് കോ വാറന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്താണ് അർഹതയില്ലാത്ത സ്ഥാനത്ത് തുടരുന്നതിനെയാണ് കോ വാറന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തി, എനിക്കറിയാം ഇപ്പൊ ഞാനൊരു കോളേജിലെ വലിയൊരു പ്രൊഫസറാണ്, അപ്പൊ എനിക്ക് ആ സീറ്റിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യതയില്ല. അപ്പൊ അങ്ങനെ യോഗ്യത ഇല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുക? ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വരിക. അതിനെയാണ് കോ വാറന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിട്ടുകളെല്ലാം നോക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട് ഉള്ളത്. ഓക്കെ, ഫൈൻ, താങ്ക് യു.